ദാ ഈ ലഡുവില് ഫംഗസ് പിടിച്ചിരിക്കുക. ഇതെന്തിനാ നീ എടുത്തത്? എടാ മണ്ട, ഇത് ലഡു ഒന്നും അല്ല, മുട്ടയാടേ മുട്ട. പക്ഷെ ഇതെങ്ങനെയാ ഇവിടെ വന്നേ? ഇപ്പോഴത്തെ കിളികള് പറക്കുന്നതിന്റെ ഇടയിൽ തന്നെയല്ലേ മുട്ടയിടുന്നത്. ഒരു നോട്ടോ ഇല്ലെന്നേ. ഇതിന്റെ അമ്മയെ കണ്ടുകിട്ടുന്നതുവരെ ഇതിനെ നമുക്ക് സംരക്ഷിക്കാം. അതുവരെ ആ മുട്ട എനിക്ക് തന്നേക്കുന്നേ. ചൊറിയുന്നേ അമ്മേ, ചൊറിയുന്നേ. സോറി സോറി. അല്ല, സമയം എത്രയായി? ഒറ്റ വീക്കുവെച്ചതല്ലോ. നിനക്ക് ഈ മുട്ട തരുന്നതിലും ഭേദം കാളയോട്ടത്തിന് നടുക്കൊണ്ട് വയ്ക്കുന്നതാ. അതായിരിക്കും ഏറ്റവും നല്ലത്. എന്റെ കൽവിലെ നല്ല പാട്ടുകാരാ, മുത്തമിട്ട് ഞാൻ കാത്തി വെച്ചരാ മുട്ട നിന്റെ കയ്യിൽ. ഈ ഡാൻസ് ഓഡിയൻസിന് മുമ്പിൽ ചെയ്യായിരുന്നില്ലേ? അതാവുമ്പോ എത്ര ചീഞ്ഞ മുട്ട വേണമെങ്കിലും അവരെടുത്ത് എറിഞ്ഞോളൂല്ലോ. ഒരു കിളി പാട്ട് മൂളവേ മറുകളി ഏറ്റുപാടയോ. ഇതെന്റെ മുട്ടയാണ്. അയ്യോ അല്ല, ഇത് എന്റെ മുട്ടയാണ്. ഈ പെൻഗ്വിൻ പറയുന്നത് പച്ച കള്ളാണെന്നേ. അതിനെങ്ങനെ കിടന്ന് തുള്ളുന്നത് എന്തിനാ? നിങ്ങൾ എന്താ റിമി ടോമിയാണോ? ഞാൻ എന്റെ മുട്ട അന്വേഷിച്ച് എവിടെയെല്ലാം പോയെന്നറിയാവോ? എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. നിങ്ങൾ എവിടേക്കാ പോയത്? ഞാൻ പറഞ്ഞില്ലേ, എനിക്കത് ഓർക്കാൻ കൂടി വയ്യാന്ന്. കിളിയേ കിളിയേ, എങ്ങുതാ ഈ മുട്ട എന്റേതാ. ഇത് എന്റെ മുട്ടയാ. അല്ല എന്റേതാ. എന്റെ മുട്ടയെ അങ്ങ് തരാൻ. അല്ല എന്റേതാ. അല്ല, ഇത് തന്റെയും കൂടി മുട്ടയാണോ? അല്ലെന്നേ, മുട്ടാന്ന് പറഞ്ഞ് കൂന്ന കേട്ടപ്പോ ഞാൻ വിചാരിച്ചു വല്ല മുട്ടക്കടയും തുറന്നായിരിക്കും. വെറുതെ തെറ്റിദ്ധരിച്ചു. അല്ല, ആ പെൺകുഴി മുട്ടയും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നു. ചിലപ്പോ ആ മുട്ട ഈ ഒട്ടകപ്പക്ഷിയുടേതായിരിക്കും. എനിക്ക് തോന്നുന്നത് ഈ മുട്ട ഇവർ രണ്ടുപേരുടെ നല്ലതാണ്. നമുക്ക് ആ മുട്ട നമ്മുടെ കയ്യിൽ തന്നെ വെക്കാം. മോനെ, ഈ നഗരം വളരെ സേഫാണ്. കിളികൾക്ക് ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇവിടെ ആർക്കും ആരോടും ഒരു വൈരാഗ്യവും ഇല്ല. അച്ഛൻ പറയുന്ന മൊത്തം പച്ച കള്ളവാ. മേഡം, ഈ അഡ്രസ് എനിക്കൊന്ന് പറഞ്ഞു തരാമോ? അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇതിപ്പോ ഇതിലേതാണാവോ നമ്മൾ അന്വേഷിച്ചു വന്ന മുട്ട? ദാ ഇതാണ് നമ്മുടെ മുട്ട. ഓക്കെ. അല്ല, ദേ ഇതാണ്. ഓക്കെ. ഇല്ല ഇല്ല, എനിക്ക് തോന്നുന്നത് ഈ മുട്ട എന്നാണ്. നിങ്ങളൊന്ന് വേഗം പറഞ്ഞു നടക്കണേ. ഇതിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് രണ്ട് കാര്യം പറയാം. ഈ കൊക്കയ്ക്ക് അത്ര ആഴമൊന്നുമില്ല. അമ്മേ, രക്ഷപ്പെട്ടു. അതെയോ? പിന്നെ രണ്ടാമത്തത്? വലിയ ആഴമെന്നല്ല, വളരെ വലിയ ആഴമാണ്. നാളെ രാവിലെ താഴെ എത്തുള്ളൂ. ഇത് കേട്ട് പേടിച്ചോ? അങ്ങനെയാണെങ്കിൽ താഴെ സിംഹമുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു. ആരാടേ അത്? ഉറങ്ങാനും സമ്മതിക്കൂലേ? ഇതാ ബോർഡർ പവലീനിടയിൽ നിന്നും ബോൾ എറിയുകയാണ്. ഇതാ ബോൾ എറിയാൻ പോവുകയാണ്. ഇതാ എറിഞ്ഞു കഴിഞ്ഞു. ഇയാൾ സിക്സ് അടിക്കുമോ അതോ ഔട്ടായി പോകുമോ? ഈ ബോൾ ഇതാ കാറ്റിലൂടെ പറക്കുന്നു. അതാ ഫീൽഡർ ഓടിക്കൊണ്ടിരിക്കുന്നു. അതാ അദ്ദേഹം ഡൈവ് അടിച്ച് ക്യാച്ച് എടുത്തു കഴിഞ്ഞു. ഇതെങ്ങനെയാ ചെയ്തത്? ഇത് നിങ്ങളുടെ ചായ, ഇത് എന്റെ ചായ. താൻ എത്ര നല്ല ചായ ഉണ്ടാക്കിയിരിക്കുന്നത്.
ആരാണോ ഈ റേസിൽ ജയിക്കുന്നത് അവർക്ക് എന്റെ കൂടെ ഒരു സെൽഫി എടുക്കാനുള്ള ചാൻസ് ലഭിക്കുന്നതായിരിക്കും. നിന്റെ കൂടെ സെൽഫിയോ? നിന്റെ പിറന്നാളിന് പോലും ഞങ്ങളാരും നിന്റെ കൂടെ സെൽഫി എടുക്കാറില്ല. ഞാനും പിന്നെ ഹണിയും മാറി ഇന്ന് ഫോട്ടോ എടുത്തോളാം. ഓ ആയിക്കോട്ടെ, എന്നാ പിന്നെ ഒരു സ്ട്രോബെറി ഷേക്ക് വാങ്ങിച്ചു തരാം. അപ്പൊ ഓക്കെ അല്ലേ? Get ready. ഈ റേസ് കൊണ്ടൊരു ഗുണവും ഉണ്ടല്ലോ. അഥവാ ഞാൻ ലാസ്റ്റ് വന്നാലും മൂന്നാമതേ വരൂ, അതായത് ടോപ്പ് 3. അതത്ര മോശമൊന്നുമല്ല. അമ്മ മാറിപ്പോയി. കിളിയേ കിളിയേ, അഥവാ എന്റെ മുട്ട തന്നില്ലെങ്കിൽ എല്ലാവരും എന്റെ കയ്യിൽ നിന്ന് മേടിക്കും, പറഞ്ഞേക്കാം. കരാട്ടയില് ബ്ലാക്ക് ടൈയാ ഞാൻ. തയ്യല്ല, അത് ബെൽറ്റാ. ഞങ്ങൾ പെൻഗിൻസിന് അരഭാഗമില്ലല്ലോ, കഴുത്തല്ലേ ഉള്ളൂ. അതുകൊണ്ട് ടൈ ഞാൻ ചോദിച്ചു വാങ്ങി. മഞ്ഞക്കളിയുടെ മോളി പട്ടുകളി, ഒന്നാം കളി രണ്ടാം കളി. ഇതിലെ കുഞ്ഞു പുറത്തു വന്നിട്ടേ നിങ്ങൾക്ക് ഈ മുട്ട തിരികെ കിട്ടൂ. വരൂ, മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞിന് വേണ്ടി നമുക്കൊരു ഷോപ്പിംഗ് നടത്താം. താൻ എന്തിനാണോ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? ഞാൻ ആലോചിക്കായിരുന്നു, നിങ്ങളുടെ കളർ ആണെങ്കിൽ ചുവപ്പ് നീലയാ, പക്ഷെ നിങ്ങളുടെ മുട്ട എന്താ ഇങ്ങനെ വെളുത്തിരിക്കുന്നേ? ഒരു കളി പാട്ടു മൂലവേ മറുകളി ഏറ്റുപാടിയോ. എന്റെ കുഞ്ഞിനെടുത്ത് നിന്നെ കണ്ടുപോകരുത്, അല്ലെങ്കിൽ നിന്നെ പോലെ അവന് കളിയാവും. ഹലോ, ഇവന് വേണ്ടി നമുക്ക് ഉടുപ്പ് വാങ്ങിക്കാം. കൂട്ടുകാരെ, ബന്ധുക്കളെ കാണണമെങ്കിൽ നമ്മൾ പോകണം നാട്ടിൽ. സംസാരിച്ചുകൊണ്ട് നമ്മൾ എത്തിയിരിക്കുന്നു കാട്ടിൽ. അടികൈ, നിങ്ങളുടെ ബന്ധുക്കളെ കാണാൻ പോകുന്ന കാര്യം ഞങ്ങളടുത്ത് പറഞ്ഞില്ലല്ലോ. എന്റെ വീടിന്റെ പുറകിലുണ്ട് സുന്ദരിയായ സിന്ധു. നല്ല കവിതകൾ പറയുവാനായി ഞാൻ തിരഞ്ഞെടുക്കും നല്ല ബന്ധു. അടികൈ. അതെ, ചുവന്ന മുഖമുള്ള കൊരങ്ങൻ ചേട്ടാ, ആ ഫ്രണ്ട് സീറ്റിൽ ഞങ്ങളുടെ സോർദാറുണ്ടായിരുന്നു. അവനെ കണ്ടായിരുന്നോ? എടാ, ഇത് ഞാൻ തന്നെയാണ്. മുഖത്തിൽ ശ്വാസം വീണ് പോയതാ. തീ പിടിച്ച് വീട് കത്തിപ്പോയി. അങ്ങോട്ട് നോക്ക്, നമ്മുടെ ഗൈഡ് എത്തിപ്പോയി. വരൂ സുഹൃത്തുക്കളെ, ഞാനാണ് നിങ്ങളുടെ ഗൈഡ് ചതിയനായ ചന്തു. അതെ ചേട്ടാ, എന്റെ അച്ഛൻ ചന്തുവിന്റെ വലിയ ഫാൻ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ചതിയൻ ചന്തു എന്ന് പേരിട്ടു. എനിക്ക് ഈ കാട്ടിലെ ഓരോ മുക്കും മൂലയും അറിയാം. നിങ്ങൾ ഗൈഡാണോ അതോ കള്ളനാണോ? മുക്കും മൂലയും അറിയാവുന്നത് കള്ളന്മാർക്കാണ്. ഇനി താൻ എന്നോട് സംസാരിക്കരുത്. ശരി, പോയി കാട് കാണാം. വരൂ. ആ നോക്ക്, ദാ കണ്ടില്ലേ ഡൈനോസോർ? എവിടെയാണ് ഡൈനോസർ? പണ്ടുണ്ടായിരുന്നു, ഒരു 10,000 വർഷങ്ങൾക്ക് മുമ്പ്. ഹണി അടിക്കേ. എടാ, എന്നെയല്ല, പടയാളിയെ അടിക്കേ. നീ എത്ര നേരമായി ചിന്തിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ വിചാരിച്ചാൽ 1 സെക്കൻഡ് കൊണ്ട് ഈ ഗെയിം അവസാനിപ്പിക്കാൻ പറ്റും. അതെങ്ങനെയാ? ഞാൻ കളിക്കാതിരുന്നാ പോരെ? കണ്ടില്ലേ, കളി കഴിഞ്ഞു. ഇത് ചെസ്സാണ്. നിന്റെ കഴിവ് തെളിയിച്ചിട്ട് വേണം കളി അവസാനിപ്പിക്കാൻ. തെളിയിച്ച് കാണിക്ക്. ഇതെന്താണ് നീ ചെയ്തത്? എനിക്ക് കുതിരയെ മാറ്റണം. മാത്രമല്ല, മണ്ണില്ലാതെ കുതിര എങ്ങനെ ഓടുക? അതുകൊണ്ട് ഞാൻ കുറച്ച് മണ്ണ് വാരിയിട്ടതാ. എന്റെ 1/2 മണിക്കൂറാ നീ വേസ്റ്റ് ആക്കിയത്. എന്നെ വിട്, ഞാൻ ഇനി കളിക്കുന്നില്ല.
എന്റെ ചങ്ങാതി, പരീക്ഷയ്ക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ അടുത്തുള്ളവനോട് ചോദിക്കാം. ശ്രദ്ധിച്ചു കേൾക്കൂ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്തേക്കാം. അടികൈ. കാര്യം കേൾക്കണോ കൈയടിക്കണോ? നഗരത്തിൽ ബെസ്റ്റ് ഹൗസ് കോമ്പറ്റീഷൻ നടക്കാൻ പോവാ. ആരുടെ വീടാണോ നന്നായിരിക്കുന്നത് അവർക്ക് സമ്മാനം കിട്ടും. ഇന്ന് ഉച്ചയ്ക്ക് ജഡ്ജസ് വരും വീട് നോക്കാനായിട്ട്. ആണോ? എങ്കിൽ ഈ സമ്മാനം നമ്മുടെ വീടിന് തന്നെ കിട്ടും. വരൂ കന്ന സാറേ, നമുക്ക് ജോലി തുടങ്ങാം. അടുത്ത 2 ദിവസത്തേക്ക് വീട്ടിൽ വെള്ളമുണ്ടാവില്ല. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ മത്സരത്തിൽ ജയിക്കാതിരിക്കില്ല. അടികൈ. ഈ സമ്മാനം നമുക്ക് തന്നെ കിട്ടണം. വരൂ, വൃത്തിയാക്കുന്ന ജോലി തുടങ്ങാം. വരൂ, എന്റെ വീട് എങ്ങനെയുണ്ട്? അല്ല, ഇത് എന്നോട് എന്തിനാ ചോദിക്കുന്നത്? ഞാൻ കഴുതുകയല്ലേ, ഇങ്ങേരോട് ചോദിക്കേ. വാതിൽ നന്നായിട്ടുണ്ട്, ഫർണിച്ചർ നന്നായിട്ടുണ്ട്, ജനാലയം നന്നായിട്ടുണ്ട്. ഇപ്പോൾ ആകെ മൊത്തം വീട് കണ്ടിട്ട് അത്ര നന്നായിട്ട് തോന്നിയില്ല. അടുത്ത വീട്ടിലേക്ക് പോകാം. ഔ. ഇതൊരു വെൽമിൽട്ടൺ വീടിന്റെ ഫോട്ടോയാണ്. ഇത് വെച്ച് ഞാൻ പറയാം ഏതൊക്കെ സാധനങ്ങൾ എവിടേക്കാ വെക്കേണ്ടതെന്ന്. അത് അവിടെ വെക്കേ. അതെ അവിടെയല്ല, അതെ അവിടെ. കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അത് അവിടെ വെക്കേ. ഇവിടെ, അവിടെ, അവിടെ. ഇപ്പോ എല്ലാം കഴിഞ്ഞു. എല്ലാം തന്നെ ഈ വീടിന്റെ പ്ലാനിലാ ചെയ്തത്. പിന്നെന്താ വീട് കണ്ടിട്ട് ഭംഗിയായി തോന്നാത്തത്? നീ അതിങ്ങോട്ട് വന്നേ നോക്കട്ടെ. എടാ, നീ ഫോട്ടോ ഇത്ര നേരം തലതിരിച്ചാ പിടിച്ചിരുന്നത് കഴുത. മതി, ഇനി ഞങ്ങൾ എന്ത് പറയുന്നു അത് നീ അനുസരിച്ചോണം. മനസ്സിലായോ? ഹണി, ദാ ഇങ്ങോട്ട് വാ. ഇതാ വരുന്നു. എന്തിനെന്നെ വിളിച്ചത് സോർദാർ? ഹണി, സോഫ പൊക്ക്. എനിക്കതിന്റെ അടിവശം വൃത്തിയാക്കണം. ഓക്കെ. എടാ ഹണി, നീ ഇങ്ങോട്ട് വാ. ദാ വരുന്നു. ഹണി, നീ ആ ബക്കറ്റ് എടുത്തോണ്ട് ഇങ്ങോട്ട് വാ. പോപ്പട്ട് വെറും ബക്കറ്റ് മാത്രല്ലേ കൊണ്ടുവരാൻ പറഞ്ഞത്? ഒരു കാര്യം ചെയ്യാം, ബക്കറ്റിലെ വെള്ളം കളഞ്ഞേക്കാം. അടിച്ചു പൊളച്ചു തിമിർത്തു. ഇതൊരു മനോഹര വീടാക്കി ഞാൻ. ചുണ്ടുണ്ടായിരുന്നെങ്കിൽ എന്റെ സ്വന്തം കയ്യിൽ ഞാൻ തന്നെ ഉമ്മോച്ചനെ. ശരി ശരി, മനസ്സിലായി. ഞാനല്ല, നമ്മളാ ചെയ്തത്. അതെ കൂട്ടുകാരെ, ഞാൻ എന്റെ കസിൻസിനെ പരിചയപ്പെടുത്താൻ വന്നതാണ്. ശരി, അവരെ വിളിക്കൂ. എത്ര നേരമായി ഇങ്ങനെ സ്റ്റാച്ചു പോലെ നിൽക്കുന്നു? വരൂ, നമുക്കൊരു സെൽഫി എടുക്കാം. ചെല്ലുകുട്ടികളെ പോയി കളിക്കൂ. അയ്യോ, ചെളി പറ്റി വീട് മുഴുവൻ വൃത്തികേടാകും. പിടിക്കവരെ. അയ്യോ, എന്നെ വെറുതെ വിട് സണ്ണി. അയ്യോ, അയ്യോ, ഇനിയാണ് തമാശ. അയ്യോ, ഇതെന്ത് തമാശയാ? ദേഹത്തോളും. പ്ലാൻ സക്സസ്ഫുൾ. ഇനി വാ, നമുക്ക് പോകാം. അടിച്ചു പൊളിച്ചു തിമിർത്തു. ജഡ്ജസ് വരാൻ ഇനി എത്ര സമയം ബാക്കിയുണ്ട്? ചെളി പറ്റിയത് ഒഴിച്ച് അരമണിക്കൂർ. എടാ, ഞാൻ ഉമ്മർ ജയിക്കാൻ അനുവദിക്കില്ല. നീലയ്ക്ക് മുകളിൽ പച്ച കളർ വീണല്ലോ. ഇതേതായാലും വല്ലാത്തൊരു ചതിയായി പോയി. ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ. മുള്ളങ്കി വേണോ? മുള്ളങ്കി. അല്ല, ഇതെങ്ങനെയാ പെട്ടെന്ന് ചുവപ്പ് കളറായത്? ക്യാരറ്റ് വേണോ? ക്യാരറ്റ്.
കൂട്ടുകാരെ ഒന്ന് നിർത്ത്. ഇതെല്ലാം സണ്ണിയുടെ പണിയാ. അവനെ നമുക്ക് തടയണം. ഇല്ലെങ്കിൽ അവൻ നമ്മളെ ജയിക്കാൻ സമ്മതിക്കില്ല. നിൽക്ക് സണ്ണി, നിന്നെ ഇപ്പൊ ഞങ്ങൾ ശരിയാക്കി തരാം. നീയൊക്കെ എന്നെ അതിന് പിടിച്ചിട്ട് വേണ്ടേ? അടിച്ചു പൊളിച്ചു തിമിർത്തു. ഞാനിപ്പോ ഇവിടെ അപകടത്തിലാണ്. അവരെന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഞങ്ങൾക്കിങ്ങനെ ചുമന്ന കൊക്കുകളില്ല. എങ്കിലും എന്തായാലും നിന്നെ ഞങ്ങൾ സഹായിക്കുന്നതാണ്. ഞാനാണ് എപ്പോഴും ജയിക്കുന്നത്. ഞാൻ വീണ്ടും ഫസ്റ്റ് വന്നിരിക്കുകയാണ്. പിന്നെ സെക്കൻഡും പിന്നെ തേർഡും. നീ ഒരു റോക്ക് തന്നെയാണ്. നിന്നോട് മത്സരിക്കാൻ ഇവിടെ ആരും തന്നെയില്ല. ഓഹോ, താങ്ക് യു. വൗ, എത്ര നന്നായിട്ട് അഭിനയിക്കുന്നത്. അടിപൊളി. കേട്ടോളൂ, നമുക്ക് പതുക്കെ ഇവിടുന്ന് രക്ഷപ്പെടാം. വേഗം. ഞാൻ നിങ്ങളെ തിന്നാനൊന്നും പോകുന്നില്ല. എനിക്ക് നിങ്ങളോട് സംസാരിക്കണം, അത്രേ ഉള്ളൂ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇവള് പറയുന്നത് കള്ളമാണ്. ഓടിക്കോ. കൊച്ചളിയാ, ഞങ്ങളെ സിംഹത്തിൽ നിന്ന് രക്ഷിക്ക്. സിംഹം ചേട്ടാ, എന്റെ കൂട്ടുകാരെ സിംഹം ആക്രമിക്കാൻ വരുന്നു. വേഗം വന്ന് രക്ഷിക്ക്. ഒരു കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. ഞാൻ പറയുന്നത് മാത്രം കേൾക്കുന്ന ഒരാളിനെ തന്നെയാണ് എനിക്കും വേണ്ടതാ. തിരിച്ചൊന്നും പറയരുത്. അല്ല, ഞാനൊരു കാര്യം മറന്നു. എനിക്ക് കാത് കേൾക്കുകയില്ല. അതെയോ? ശരി, എന്നാ ഒരു കുഴപ്പമില്ല, നീ പൊയ്ക്കോ. താങ്ക് യു, താങ്ക് യു. പോകാൻ പറഞ്ഞ കാര്യം മാത്രം നീ എങ്ങനെ മനസ്സിലാക്കിയത്? എന്നെ മണ്ടനാക്കുകയാണോ നീ? ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തീരുന്നത് വരെ താൻ ഇവിടെ എഴുന്നേൽക്കരുത്. ശരിയെന്നാ പറയ്, നിങ്ങൾ എങ്ങനെയാ ഇവിടെ എത്തിയത്? ആക്ച്വലി ഞാൻ കുഞ്ഞായിരുന്നപ്പോ ഞങ്ങളുടെ പട്ടണം മുഴുവൻ തീ പിടിച്ചു. എല്ലാവരും ജീവനും കൈ പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയായിരുന്നു. അതെയോ, അപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്? അല്ലല്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല. അതിനുശേഷം ഞാൻ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. ഞങ്ങളെല്ലാം വെള്ളത്തിൽ താഴ്ന്നു പോയി. അതെയോ, ആ സമയത്ത് വന്നാണോ ഇവിടെ? അല്ലല്ല, 2 ദിവസം കഴിഞ്ഞപ്പോ വെള്ളമൊക്കെ ഇറങ്ങി. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒരിക്കലൊരു ട്രക്ക് മൃഗങ്ങളെല്ലാം കയറ്റിക്കൊണ്ടുവന്ന് ഈ കാട്ടിലിറക്കി വിട്ടു. അത് ശരി, അപ്പൊ അങ്ങ് ട്രക്കിലാണ് വന്നതല്ലേ? അല്ല, ആ ട്രക്ക് ഞാൻ വരുന്നതിന് മുന്നേ തന്നെ പോയി. അതുകൊണ്ട് എനിക്ക് കേറാൻ പറ്റിയില്ല. എന്റെ അമ്മച്ചേ, പിന്നെ എങ്ങനെയാ ഇവിടെ എത്തിയത്? ഞാൻ ദാ ഇതുപോലെ ജോഗിങ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നു. എന്നാ ഈ കാര്യം നേരത്തെ പറഞ്ഞൂടായിരുന്നോ? നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ സംസാരം ഇതോടെ തന്നെ തീരുമായിരുന്നില്ലേ? എനിക്കാണെങ്കിൽ ഒരുപാട് നേരം സംസാരിക്കണം. അടുത്തുള്ളപ്പോ തന്നെ നമ്മുടെ വിളി അവൻ കേക്കില്ല. പിന്നെ എങ്ങനെ ദൂരത്ത് നിന്നോണ്ട് കേക്കുന്നത്? വിഷമിക്കണ്ട, കാട്ടിൽ എല്ലാ സ്ഥലത്തും ഒരു ചിപ്പ് വെച്ചിട്ടുണ്ട്. ഇത് വെച്ച് സിംഹങ്ങൾ എവിടെയുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനാകും. വണ്ടിയുടെ ലൊക്കേഷനും സെയിം തന്നെയായിരിക്കും. കാരണം അവൻ സിംഹത്തിന്റെ അടുത്ത് കുടുങ്ങിയിട്ടുണ്ടാകും. റൈറ്റിലേക്ക് പോകാം, റൈറ്റിലേക്ക്. സിംഹത്തിന്റെ സിഗ്നൽ അവിടെ നിന്നാണ് വരുന്നത്.
ശരി, നിങ്ങളുടെ കയ്യിൽ എന്താ ഈ ഒരു പരിക്ക്? ഇതാണോ? ഒരിക്കൽ അടുത്തുള്ള രാജാവും ഞാനുമായിട്ട് വലിയ വഴക്കുണ്ടായി. അത് ശരി, തല്ലുകൂടിയപ്പോ കിട്ടിയ പരിക്കാണോ? അല്ലല്ല, ഞാൻ അവരോട് മാപ്പ് ചോദിച്ച് കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഞാനാണെങ്കിൽ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വന്നപ്പോ അത് ശരി, അപ്പൊ ഉരുണ്ടത് കൊണ്ട് പറ്റിയതാണോ? അല്ല, താഴെ ബെഡ് കൊണ്ടുവന്ന ട്രക്കിലേക്കാണ് ഞാൻ വന്ന് വീണത്. അങ്ങനെ രക്ഷപ്പെട്ടു. എന്റെ അമ്മോ, ഈ പരിക്ക് എങ്ങനെ പറ്റിയെന്ന് പറ. അതെന്താണെന്ന് വെച്ചാല് ചൊറിഞ്ഞപ്പോ എന്റെ നഖം കൈ കൊണ്ടതാ. അയ്യോ, ഈ കാര്യം എന്താ നേരത്തെ എന്നോട് പറയാത്തെ? നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ സംസാരം അതോടെ തീരുമാനിക്കില്ലേ. എനിക്കാണെങ്കിൽ ഒരുപാട് നേരം സംസാരിക്കണം. നോക്കൂ, സിംഹം ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. നിങ്ങൾ ഇരിക്കുന്ന കല്ലുണ്ടല്ലോ, ചിലപ്പോ അതിനടിയിലും ഉണ്ടാകാം. നിങ്ങൾ ഈ മരത്തിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നില്ലേ, ഇതിന്റെ മുകളിലും അതുണ്ടാവാം. പണ്ട് നടക്കും മാമാങ്കം. എവിടെ പോയി സിംഹം? നോക്കൂ കൂട്ടുകാരാ, ഞാൻ കവിത പറയാം. അതെ, നമ്മളിപ്പോ ഫോക്കസ് ചെയ്യേണ്ടത് സിംഹത്തെയാണ്. അതുകൊണ്ട് അങ്ങ് കുറച്ചു നേരത്തേക്ക് മിണ്ടാതൊന്നിരിക്കേ.